ഓക്കെ. നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. സോ ലാസ്റ്റ് സെഷനിൽ അൻസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. സോ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ ഹാൻഡ്സ് ഓൺ നമുക്ക് സാറ്റർഡേ വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഹെഡ്സപ്പ് ഇല്ലാതെ നമുക്ക് ഇന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ട വന്നത്. അപ്പോൾ ഹാൻഡ്സ് ഓൺ കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഈ സെഷനിൽ തന്നെ അപ്പോൾ ചോദിച്ചു പോകാം. ചാറ്റിലും ഇടാവുന്നതാണ്. അപ്പൊ നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഭയങ്കര റോ ആയിട്ടാണ്. അതായത് ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു ലാബൊന്നും അല്ല. നമ്മൾ ഓൺ ദ ഗോയിൽ ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്യൂ വരുമ്പോൾ എങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എൻ്റെ ഒരു ഇമാജിനറി സെറ്റപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെനിക്ക് 4 സിസ്റ്റം ഉണ്ട്, ഒരു 4 സ്വിച്ച് ഉണ്ട്. പക്ഷെ അതെല്ലാം വിർച്വലാണ്, ഫിസിക്കലല്ല. അപ്പോൾ അതിലൊരു നിങ്ങൾക്ക് കാണാം ഒരു സ്വിച്ച് 0, സ്വിച്ച് 1, സ്വിച്ച് 2, അതേപോലെ ഒരു എക്സ്റ്റേണൽ സ്വിച്ച്. ആൻഡ് ഇവിടെ ഒരു 3 VM കാണാം. ഇപ്പോൾ സ്വിച്ച് 0യിലേക്കാണ് ഒരു VM-ൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത്. VM2 സ്വിച്ച് 1ലേക്കും, അതുപോലെ VM3ക്ക് എല്ലായിടത്തോട്ടും കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ്, ഇവിടെ കേബിൾസ് മാത്രമേ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാം ആദ്യം, കേബിൾസ് എല്ലാം കണക്റ്റഡ് ആണോ എന്ന്. അതേപോലെ ഈ എല്ലാ സ്വിച്ചിലേക്കും എൻ്റെ PC-ക്ക് കണക്ടിവിറ്റി ഉണ്ട്. അത് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റം. അപ്പോൾ എനിക്ക് ഏത് VM-ലേക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് വേണമെങ്കിലും എനിക്ക് പിങ് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് വഴി ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിർച്വൽ ലാബ് സെറ്റപ്പ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം, ഈ ഓരോ ബോക്സ് ഓരോ നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് ആണ്. ഇപ്പോൾ VM1 ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, VM2 ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, VM3 4 നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യും. അതായത് VM1 നിന്ന് VM2ലേക്ക് എങ്ങനെ കണക്ടിവിറ്റി പോകും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, VM1 എന്ന് പറയുന്നത് 192.168.56 എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണുള്ളത്. സ്വിച്ച് 2 57, അത് 192.168.57 എന്ന് പറയുന്ന നെറ്റ്വർക്കിനാണുള്ളത്. ആ .x എന്ന് പറയുന്നത് ഹോസ്റ്റ് ഐഡൻറ്റിഫയർ ആണ്. അത് നമുക്ക് 1, 2, 3 മുതൽ നമുക്ക് അസൈൻ ചെയ്ത് 254 വരെ പോവാം. 0യും 255 നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും IP അഡ്രസ് ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. അത്രയും സിസ്റ്റംസ് നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ സ്വിച്ച് 0യിൽ നമ്മൾ അതേപോലെ തന്നെ മൂന്നാമത്തെ സ്വിച്ച്, അതായത് സ്വിച്ച് 2, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ റീനെയിം ചെയ്തിട്ട് സ്വിച്ച് 1, സ്വിച്ച് 2, സ്വിച്ച് 3. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ നെറ്റ്വർക്കാണ് 192.168.58. ഇപ്പോൾ 56, 57, 58 ഇങ്ങനെ 3 നെറ്റ്വർക്കാണ് ഈ സ്വിച്ചിൽ കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. സ്വിച്ചിനകത്ത് ആ നെറ്റ്വർക്ക് വഴിയുള്ള പാക്കറ്റ്സുകളെ കടന്നു പോവുള്ളൂ. അപ്പോൾ അതിന് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ VM1 നമുക്ക് ആദ്യം അപ്പാകണം. അപ്പോൾ നമുക്ക് നോക്കാം VM1 എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ VM1, VM2, VM3 ഈ 3 VMs ആണ് നമുക്കുള്ളത്. VM1ൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്സ് ഒന്ന് നോക്കാം നമുക്ക്. നെറ്റ്വർക്ക് VBox Net 0, അതായത് നമ്മൾ സ്വിച്ച് 0 എന്ന് പറഞ്ഞില്ലേ, സ്വിച്ച് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണിത്. നെറ്റ് 0. 2ഉം 3ഉം 4ഉം അഡാപ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല, ഒരു അഡാപ്റ്റർ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് VM1. ഇനി VM2ലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ് 1ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ആ നെറ്റ്വർക്ക് സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ 2ഉം 3ഉം 4ഉം കണക്റ്റഡ് അല്ല. ഇനി VM3യിൽ ഞാൻ കോൺഫിഗർ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 0യിൽ കണക്ട് ചെയ്തു, 1ൽ കണക്ട് ചെയ്തു, 2ൽ കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നെറ്റ്വർക്ക് എക്സ്റ്റേണലിൽ കണക്ട് ചെയ്യും. നമ്മൾ പറയുന്നത് NAT എന്നാണ്.
അങ്ങനെ 4 നെറ്റ്വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ VM1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പിക്ചർ ഓർമ്മയിരിക്കുക, ഈ VM1 ആണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് എൻ്റെ IP സെറ്റായിട്ടുണ്ടോ നോക്കാം. IP ഒന്നും സെറ്റായിട്ടില്ല. പിന്നെ MAC അഡ്രസ്സ് കാണിക്കുന്നത് 6532.1b. നമുക്ക് ആദ്യം ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഫയൽ എന്ന് പറയുന്നത് etc netplan vi. സിസ്റ്റം ഹാങ് ആയില്ലോ. ഓക്കെ, ഇപ്പോൾ 6532.1b. അതാണ് അതിൻ്റെ MAC അഡ്രസ്സ്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്ത് SSH എടുക്കുന്നവരെ നമുക്ക് ഈ പ്രോബ്ലം ഉണ്ട്. അതായത് ഞാൻ ഈ കൺസോളിൽ തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിന് IP സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ IP കൊടുക്കാം ഇവിടെ. വി ക്യാൻ കീ 192.168.56.10. അപ്പം നമ്മൾ ആ MAC അഡ്രസ്സ് സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ DHCP ആണ് ഇവിടെ, നമുക്ക് DHCP അല്ല വേണ്ടത്. അപ്പോൾ നമ്മളത് രണ്ടും ഫാൾസ് ചെയ്യണം. ഫാൾസ്. അപ്പോൾ ഇതിനെ IP അഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. IP അഡ്രസ്സ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മളിവിടെ അഡ്രസ്സസ് ഇവിടെ നമ്മൾ 192.168.56.10/24 നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു അറേയാണ്, അതുകൊണ്ട് നമ്മൾ ഡാഷ്. അപ്പോൾ ഇതാണ് എൻ്റെ ബെയർ മിനിമം നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ. നമ്മൾ ഉബുണ്ടുവിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫയൽ സേവ് ചെയ്യും. എന്നിട്ട് നമ്മളതിന് ശേഷം ഇവിടെ ഒരു പിങ് കമാൻഡ് അടിച്ച് വെക്കാം. 192.168.56.10. പിങ് എന്ന് പറയുന്നത് ഒരു ICMP പാക്കറ്റ് ആ ഡെസ്റ്റിനേഷനിൽ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് പറയുന്നത് സ്വിച്ച് വരെ പോയിട്ട് സ്വിച്ചാണ് റിപ്ലൈ അയക്കുന്നത് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ ആണെന്ന്. 56.1 എന്ന് പറയുന്നത് സ്വിച്ചിൻ്റെ IP അഡ്രസ്സാണ്. അല്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറയും. അപ്പം നമ്മളിനി ഇവിടെ ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് നമ്മൾ അപ്പാക്കും.
അപ്പോൾ അപ്പായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, പിങ്ങിന് റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം കോൺഫിഗറായി. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ബെയർ മിനിമം കോൺഫിഗറേഷൻ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു സിസ്റ്റം അതിന് IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെ എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. VM നമ്മൾ അപ്പ് ചെയ്തു. അതിനുശേഷം നെറ്റ് പ്ലാൻ്റെ കോൺഫിഗറേഷനകത്ത് പോയിട്ട് നമ്മൾ MAC അഡ്രസ് ഒന്ന് ഫിക്സ് ചെയ്തു. അപ്പോൾ MAC അഡ്രസ് അറിയാൻ വേണ്ടി നമ്മൾ IPADDR എന്ന് പറഞ്ഞ കമാൻഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇൻ്റർഫേസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ IP അഡ്രസ്സ് സെറ്റ് ചെയ്തു, DHCP ഡിസേബിൾ ചെയ്തു, എന്നിട്ട് സ്റ്റാറ്റിക് ആയിട്ട് IP അഡ്രസ്സ് അസൈൻ ചെയ്തു. ഒരു /24 കൂടി ഇവിടെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് നെറ്റ്വർക്ക്. നമ്മൾ ലാസ്റ്റ് ഒക്ടക്റ്റാണ് യൂസ് ചെയ്യുന്നത് ഹോസ്റ്റിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള 3 ഒക്ടക്റ്റ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, സെക്കൻഡ് സ്വിച്ചിലേക്ക് എങ്ങനെ ചെയ്യാം എന്നാണ്. സെക്കൻഡ് VMൻ്റെ കോൺഫിഗറേഷനാണ് സെയിം. സെക്കൻഡ് VM കോൺഫിഗർ ചെയ്യുന്നതിന് ആദ്യം സെക്കൻഡ് VMൻ്റെ സെറ്റിങ്സ് നമ്മൾ ഒന്നും കൂടി വെരിഫൈ ചെയ്യുന്നു. നെറ്റ്വർക്കിൽ 1 ആണ്, നെറ്റ് 1ലേക്കാണ്. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെയാണ്. VM2 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ സിസ്റ്റത്തിൻ്റെ ARP ക്യാഷിൽ നമുക്ക് 10ൻ്റെ MAC അഡ്രസ് ഇവിടെ കാണാൻ പറ്റും. ഏത് ഇൻ്റർഫേസ് വഴിയാണ് പോയത് എന്നുള്ളത് അത് കാണിക്കും. അത് ഈ സ്വിച്ചിലേക്കാണ് എനിക്ക് സിസ്റ്റത്തിൽ കണക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ MAC അഡ്രസ് സിസ്റ്റത്തിന് കാണാൻ പറ്റുന്നുണ്ടോ, ക്യാഷിലുണ്ടോ എന്നൊക്കെ കാണാൻ പറ്റുന്നത് ARP-V. ക്യാൻ ഈവൻ യൂസ് -NV. NV യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നെയിം റെസൊല്യൂഷൻ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇറ്റ് ഈസ് ട്രൈങ് ടു റിസോൾവ് സംതിങ് എൽസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രി. അപ്പോൾ ഈ ഒരു ക്യാഷയുടെ അർത്ഥം എന്താണ്? നമ്മൾ ARP റെസൊല്യൂഷൻ കഴിഞ്ഞ് അതിൻ്റെ MAC അഡ്രസ് കിട്ടി. അപ്പോൾ ഇനി പാക്കറ്റ് അത് ആ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും ARP പാക്കറ്റ് അയക്കേണ്ട ആവശ്യമില്ല. പകരം അതിൻ്റെ ക്യാഷിൽ നിന്ന് അതിന് MAC അഡ്രസ് കിട്ടും. അതുകൊണ്ടാണ് എല്ലാ സിസ്റ്റവും ഒരു ARP ക്യാഷ് കീപ്പ് ചെയ്യുന്നത്. നമുക്ക് ARP ട്രാഫിക് കുറച്ച് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ARPക്ക് ഒരു ടൈം ഔട്ട് ഉണ്ട്. അത് സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഓരോ സിസ്റ്റത്തിനനുസരിച്ചിട്ട് മാറും. അത് നിങ്ങൾക്ക് ലിനക്സിൻ്റെ ഡോക്യുമെൻറ്റേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. ARP ക്യാഷ് ടൈം ഔട്ട് ട്യൂണബിൾ പാരാമീറ്ററാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം എപ്പോൾ ടൈം ഔട്ട് ആവണം എന്നുള്ളതൊക്കെ. ഓക്കെ, നമ്മുടെ സിസ്റ്റം VM2 അപ്പായിട്ടുണ്ട്. ഇവിടുത്തെ MAC അഡ്രസ് 7E0462. ഞാൻ അവസാനത്തെ 3 ഫീൽഡ് എടുക്കുന്നുള്ളൂ. കാര്യം നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് 3 ഫീൽഡ് എന്ന് പറയുന്നത് ഈ മാനുഫാക്ചർ കോഡാണ്. അത് കോമൺ ആയിരിക്കും. അവസാനത്തെ 3 ആയിരിക്കും എപ്പോഴും മാറുന്നത്. ഇപ്പോൾ 080027 എന്ന് പറയുന്നത് എപ്പോഴും കോമൺ ആയിരിക്കും ഈ ഒരു VMware വിർച്വൽ ബോക്സിൽ. ഇനി നമുക്കിതിൻ്റെ IP അഡ്രസ് ഒന്ന് സെറ്റ് ചെയ്യാം. 7E0462. DHCP ഡിസേബിൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനകത്ത് IP അഡ്രസ് അസൈൻ ചെയ്യാം. അഡ്രസ്സസ്
192.168.57.10/24 ശേഷം നമുക്ക് ഫയൽ സേവ് ചെയ്തു. നമുക്കിവിടെ വീണ്ടും ഒരു പിങ് അടിച്ചു നോക്കാം. ഇപ്പോൾ 57ൻ്റെ മാക് അഡ്രസ്സ് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അതിന് പിങ്ങിന് റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അത് അപ്ലൈ ചെയ്തു. ഇപ്പോൾ നെറ്റ്വർക്ക് അപ്പായിട്ടുണ്ട്, റെസ്പോൺസും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ARP ഒന്നുകൂടി നോക്കാം. നിങ്ങൾക്ക് 57ൻ്റെയും കൂടി കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അത് നെറ്റ് 1ലാണ് കണക്റ്റ് ആയിട്ടത്. അപ്പോൾ 2 സിസ്റ്റം കണക്റ്റായി. ഇനി എനിക്ക് ഇതിൻ്റെ കൺസോളിൽ നിന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഓരോ തവണയും കൺസോളിൽ പോയി എനിക്ക് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഇതിനെ ആക്സസ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാം ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു മൈ PC. ഈ PC ന്ന് എനിക്ക് VM1നെ ആക്സസ് ചെയ്യണം. അപ്പോൾ എൻ്റെ PCക്ക് ഈ ഒരു സ്വിച്ചിലേക്ക് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ VMനെ എനിക്ക് ആക്സസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ പിങ് വർക്കായത്. അത് ഇവിടെ നിന്നിട്ടാണ് നമ്മൾ പിങ് ടൈപ്പ് ചെയ്തത്. അത് സ്വിച്ചിൽ പോയി എന്നിട്ട് VMലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു പാത്ത് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ റിമോട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ലിനക്സിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ SSH എന്ന് പറയും, സെക്യൂർ ഷെൽ. ആ SSH എന്ന് പറഞ്ഞൊരു സർവീസാണ്. ആ സർവീസ് എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നെറ്റ്വർക്ക് അപ്പായിരിക്കണം, പിന്നുള്ളത് SSH സർവീസ് അപ്പായിരിക്കണം, പിന്നെ പോർട്ട് 22 റീച്ചബിൾ ആണെന്ന് നോക്കണം. SSH റൺ ആവുന്നത് പോർട്ട് 22ലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ദർ ഇസ് എ സോഴ്സ് പോർട്ട് ആൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട്. ഒരു സർവീസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു പോർട്ടിലേക്കായിരിക്കും അത് ബൈൻഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് വെബ് സെർവർ എപ്പോഴും പോർട്ട് 80 അല്ലെങ്കിൽ 443 ലിസൺ ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ SSH എന്ന് പറയുന്നത് പോർട്ട് 22 എപ്പോഴും ലിസൺ ചെയ്യുന്നത്. അപ്പോൾ അത് ലിസണിങ് ആണോ അല്ലയോ എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് സോക്കറ്റ് സ്റ്റാറ്റസ്. ഈ TNLUP എന്ന് പറയുന്നത് കാണാൻ പഠിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1 2 3 4 5th കോളത്തിൽ നിങ്ങൾക്കൊരു 0.0.0:22 നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 1 2 3 4 5th ലൈൻ, 5ാമത്തെ കോളത്തിൽ 5th ലൈൻ. അപ്പോൾ അവിടെ 22 പോർട്ട് അപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് SSH ഒന്ന് അടിച്ചു നോക്കാം എൻ്റെ സിസ്റ്റത്തിൽ നിന്ന്. SSH. അപ്പോൾ ഉബുണ്ടു എന്നാണ് എൻ്റെ യൂസർ. ഞാൻ ലോഗിൻ എൻ്റെ ഇതിനകത്ത് ഡിഫോൾട്ട് ഇൻസ്റ്റലേഷൻ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത യൂസറിൻ്റെ പേര്. അതിൽ നിന്ന് നമ്മൾ 5610 നമ്മൾ SSH ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം SSH പ്രോട്ടോക്കോളാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പറയുന്നത് ഓതൻറ്റിസിറ്റി ഓഫ് ഹോസ്റ്റ് കാൺ ബി എസ്റ്റാബ്ലിഷ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് യെസ് കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ്. അപ്പോൾ നിങ്ങൾ ആ സിസ്റ്റത്തിലേക്ക് കണക്റ്റ് ആയി. ഇപ്പം നിങ്ങളിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് VM1 ആണ്. അതെവിടെയാണ് ആ VM1 ഇരിക്കുന്നത്? ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ ടെർമിനൽ വഴി VM1ലേക്ക് ലോഗിൻ ചെയ്തു. ഇനി എനിക്കിവിടെ കോപ്പി പേസ്റ്റൊക്കെ വർക്കാം. എനിക്ക് കൺസോളിലിരുന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ആ ഫയലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ടൊക്കെ എനിക്കിവിടെ കാണാം. പെർമിഷൻറ്റിനായിട്ട് ഇപ്പോൾ sudo എന്ന് പറയുന്ന റൂട്ടിൻ്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ കോപ്പി പേസ്റ്റൊക്കെ ഇനി വർക്കാം. ഇനി ആ സോക്കറ്റ് സ്റ്റാറ്റസ് നിങ്ങളൊന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 22ൽ ഇത് ലിസൺ ചെയ്യുന്നതാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ലിസണിങ് ആയിട്ടുള്ള ലിസൺ ചെയ്യുന്ന പോർട്ടുകൾ മാത്രമേ കാണിക്കുള്ളൂ. ഓർമ്മയിരിക്കുക, ഈ TNLUP എന്ന് പറയുന്ന ഫ്ലാഗ് ഏതൊക്കെ സർവീസസ് ആണ് ഇപ്പോൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ കാണിക്കൂ.
ഇനി നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സോഴ്സ് പോർട്ട് ഒരു ഡെസ്റ്റിനേഷൻ പോർട്ട് ഉണ്ട്, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സോഴ്സും ഒരു ഡെസ്റ്റിനേഷനും വേണം. അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇവിടെ കണക്ഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. എവിടെ നിന്നിട്ട് എൻ്റെ പി സിന്ന് ആ VM1 ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ആ കണക്ഷൻ എങ്ങനെ കാണാൻ പറ്റും? ഐ തിങ്ക് ഇറ്റ് ഈസ് യു ക്യാൻ ജസ്റ്റ് ഡു -A. അല്ലെങ്കിൽ എന്നും കൂടി ഇടാം. വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രപ്പ് ചെയ്തിട്ട് നമുക്ക് പോർട്ട് 22 മാത്രമായിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കണക്ഷൻ ഉണ്ട്. സോ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു ലോക്കൽ പോർട്ട് വഴി VM1 പോർട്ട് 2 കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് കുഡ് യു പ്ലീസ് ചെക്ക് ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വരുന്ന കമാൻഡാണ് സോക്കറ്റ് സ്റ്റാറ്റസ് SS. നെറ്റ് സ്റ്റാറ്റ് എന്നൊക്കെ പറയുന്ന കമാൻഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് പുതിയ കമാൻഡാണ് SS. ഈ ഒരു പോർട്ടിൽ എന്താണ് ലിസൺ ചെയ്യുന്നത്? നമുക്കതും കൂടി ഒന്ന് കാണണമല്ലോ. പിന്നെ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. /p ആണ് അവർ പറയുന്നത്. ഇവിടെ കാണാൻ SSH ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ, നമ്മൾ സൂഡ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അത് റൂട്ടിന് മാത്രമേ എല്ലാ പ്രോസസ്സിനെയും കാണാനുള്ള പവറുള്ളൂ. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ SSHD എന്ന് പറയുന്നൊരു പ്രോസസ്സ്, ഒരു PID നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഈ പോർട്ട് 22 ലിസൺ ചെയ്യുന്നത്. ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ. ഒരു സംശയം ചോദിച്ചോട്ടെ. ഓക്കെ. അതിൽ IP കഴിഞ്ഞിട്ട് കോളം കഴിഞ്ഞിട്ട് 60576 എന്ന് കൊടുത്തല്ലോ. അതെ, അതെന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് നമ്മൾ ലോക്കലി, അതായത് എൻ്റെ സിസ്റ്റത്തിൽ ഞാനൊരു കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്ലയൻറ്റ് സൈഡിലുള്ള ഒരു കണക്ഷനാണത്, സോക്കറ്റാണത്, അല്ലെങ്കിൽ പോർട്ടാണത്. അതായത് നമുക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷനിൽ ഒരു സോക്കറ്റ് വേണം, അതുപോലെ സോഴ്സിലും ഒരു സോക്കറ്റ് വേണം. അപ്പോൾ കണക്ഷൻ ഫ്ലോ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്ലയൻറ്റിൽ ആദ്യം ഒരു സോക്കറ്റ് ഓപ്പൺ ചെയ്യും. SSH എന്ന് പറഞ്ഞാൽ എൻ്റെ CLI, അതായത് ആ ക്ലയൻറ്റ് പ്രോഗ്രാമില്ലേ, അത് ആദ്യം ഒരു ക്ലയൻറ്റ് സോക്കറ്റ് ഓപ്പൺ ചെയ്യും. അതിനുശേഷമാണ് ഒരു പാക്കറ്റിന് വിടുന്നത്. എന്നിട്ട് പറയാം എൻ്റെ സോഴ്സ് IP അഡ്രസ്സും സോഴ്സ് സോക്കറ്റും ഇതാണ്, അല്ലെങ്കിൽ സോഴ്സ് പോർട്ടും ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പാക്കറ്റ് പോകുന്നത്. അത് ഡെസ്റ്റിനേഷൻ എന്നിട്ട് കണക്ട് ആയതിനു ശേഷം തിരിച്ച് റിപ്ലൈ വരുന്നത് ഇതാണ്, ഈ ഒരു PCയുടെ IP അഡ്രസ്സും PCയുടെ ഈ ലോക്കൽ സോക്കറ്റും അല്ലെങ്കിൽ പോർട്ടും അതിലേക്കാണ് റിപ്ലൈ വരുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും TCPയിൽ ഒരു പോർട്ട് വഴിയേ കമ്മ്യൂണിക്കേഷൻ നടക്കും. അത് ക്ലയൻറ്റിലും ഉണ്ടാവണം, സെർവറിലും ഉണ്ടാവണം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സിസ്റ്റത്തിൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സെഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു പോർട്ടില്ലേ 60576, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ സൈഡിൽ നിന്നുള്ള കണക്ഷനാണത്. ഇത് ഓൾറെഡി ഓൺ ആയിരിക്കുമോ? ഇല്ല, അത് ഞാൻ SSH എന്ന് പറഞ്ഞ ക്ലയൻറ്റ് പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്തല്ലേ, അത് ആ പ്രോസസ്സ് ഞാൻ ഇൻവോക്ക് ചെയ്യുന്ന സമയത്താണ് സിസ്റ്റം ഒരു ഡൈനാമിക് ആയിട്ട് ഒരു പോർട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അസൈൻ ചെയ്യുന്നത്. ഓക്കെ. അത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മളിപ്പം സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രം എ റേഞ്ച്, ഒരു ക്ലയൻറ്റ് റേഞ്ച് എന്ന് പറയും ലിനക്സിൽ.
അത് ആ റേഞ്ചിൽ നിന്ന് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പോർട്ടായിരിക്കും കേണൽ ഈ ഒരു ക്ലയൻറ്റ് പ്രോഗ്രാമിന് കൊടുക്കുക. ISS എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തില്ലേ അതിന് കൊടുക്കുന്നത്. നമുക്കതൊക്കെ ആക്ച്വലി കാണാൻ പറ്റും. അത് കുറച്ചും കൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാലും നമുക്കതൊന്ന് നോക്കാം. സ്ട്രേസ് ഈ എസ്ട്രേസ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് എന്തൊക്കെ കോൾസ് കേണലിലേക്ക് കൊടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചില IOCTL കമാൻഡ്സ് ഒക്കെ കാണാം. അപ്പോൾ അത് വെച്ചിട്ടാണ് അവിടെ തന്നെ ഓപ്പൺ ആയിരിക്കും മിക്കവാറും. ഇപ്പോൾ ഇത്രയും സിസ്റ്റം കോൾസ് ഈ ഒരു പ്രോഗ്രാം ഇപ്പം കേണലിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സാധാരണ കാണുന്ന SSH അടിക്കുമ്പോൾ നമുക്കൊരു സെഷൻ കിട്ടുന്നത് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രത്തോളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു എക്സെക് സിസ്റ്റം കോളിനെ വിളിച്ചു, എന്നിട്ട് ഈ ബൈനറി ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ലൈബ്രറീസ് ലോഡ് ചെയ്തു. കാര്യം SS എന്ന് പറഞ്ഞൊരു ബൈനറി അല്ലേ, അതിനുവേണ്ടി ചില ലൈബ്രറീസ് ഉണ്ടാകും. ലൈബ്രറീസൊക്കെ ലോഡായി. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നീട് അത് സിസ്റ്റത്തിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത്, ഐ നീഡ് എ പോർട്ട്. അങ്ങനെ അന്നേരം കേണൽ ഒരു പോർട്ട് അസൈൻ ചെയ്യും. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. ഇപ്പോൾ റീഡ് എന്ന് പറയുന്ന ആ ഒരു വിൻഡോയിൽ വന്ന് നിൽക്കുകയാണ്. അത് ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ഇൻപുട്ട് ഫ്രം മീ. അത് ഞാൻ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി അത് പാസ്വേഡ് ചോദിക്കുകയാണ് ഇവിടെ. അപ്പോൾ അത് നെറ്റ്വർക്ക് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ടിവിറ്റി പോയി. ഇനി ഞാൻ അടിക്കുന്ന ഓരോ കമാൻഡ്സിനും ഇതിപ്പോ നമ്മൾ വേറെ ഒരു IP-ലോട്ട് നമ്മൾ SS ചെയ്തെന്ന് വിചാരിക്കുക, അപ്പൊ ആ സോക്കറ്റ് ചേഞ്ച് ആവുമോ? അതെ, ചേഞ്ച് ആവും. ഓക്കെ. ഇനി ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് PS-EF5 grep SSH എന്നടിക്കുക. അപ്പോൾ അല്ലെങ്കിൽ എസ്ട്രേസ് അടിച്ചത് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എനിക്ക് കില്ല് ചെയ്യാം. അപ്പോൾ അത് കില്ലായി. ഓരോ തവണ നമ്മൾ ഓരോ ക്ലയൻറ്റിലേക്ക് അതെനിക്ക് ഇതിന് വീണ്ടും വീണ്ടും ഒരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ പുതിയൊരു കണക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം. എന്തായാലും ഇപ്പോൾ ഓരോ തവണ നമ്മൾ SS എടുക്കാൻ ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈവൻ വെബ് സെർവറിൽ ഇങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ബ്രൗസറിൽ നിന്ന് നിങ്ങളുടെ കണക്ഷൻ ഒരു വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ബ്രൗസറും ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 VM നമ്മൾ കോൺഫിഗർ ചെയ്തു. അപ്പോൾ രണ്ടിനെയും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു 3ാമത്തെ VM ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വൺ ഓഫ് ദ ഗോൾ എന്ന് പറയുന്നത് ഈ VM1 നിന്ന് VM2ലേക്ക് എനിക്ക് പിങ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളൊരു കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ VM1ന് സ്വിച്ച് 1 വഴി VM3ലേക്ക് കണക്ടിവിറ്റി ഉണ്ട്. അതേപോലെ തന്നെ VM3ക്ക് സ്വിച്ച് 2 വഴി VM2ലേക്കും കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതുവഴി വിടാം. അപ്പോൾ ഇതുവഴി പാക്കറ്റ് പോകും, ഇവിടെ എത്താം. അതേപോലെ തിരിച്ചും വരാം. പക്ഷേ അങ്ങനെ പോവില്ല. കാര്യം എന്താണ്? ഇവർക്ക് തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള കണക്ഷനേ നടക്കുള്ളൂ. പാക്കറ്റ് ഫോർവേഡിങ് എന്ന് പറയുന്ന പരിപാടി ബൈ ഡിഫോൾട്ട് നടക്കില്ല. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് പാക്കറ്റ് ഫോർവേഡിങ് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അതായത്
ഈ VM3 എങ്ങനെ ഒരു റൗട്ടറായി മാറുന്നു. റൗട്ടർ എന്ന് പറയുന്നത് 2 നെറ്റ്വർക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസാണ് റൗട്ടർ. അപ്പോൾ VM3 നമ്മൾ റൗട്ടറാക്കി മാറ്റും. അപ്പോൾ റൗട്ടറാക്കി മാറ്റിക്കഴിഞ്ഞാൽ VM1 നിന്ന് VM3യിലേക്ക് നമ്മളൊരു പാക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ അത് റൗട്ടറിൽ വന്നിട്ട് റൗട്ടർ തീരുമാനിക്കും ഇത് എങ്ങോട്ട് വിടണം എന്ന്. അവിടെ റിപ്ലൈ തിരിച്ചു വരുന്ന സമയത്തും റൗട്ടർ അതിനെടുത്ത് എങ്ങോട്ട് ഫോർവേഡ് ചെയ്യണമെന്ന് റൗട്ടർ തീരുമാനിക്കും. പക്ഷേ അത് ബൈ ഡിഫോൾട്ടായിട്ട് നടക്കില്ല. നമ്മൾ VM3 എങ്ങനെ റൗട്ടറാക്കാം അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് VM3 നമ്മൾ അപ്പാക്കണം. പിന്നെ അത് നമുക്ക് 4 ഇൻ്റർഫേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് 47B3D5. B3D5 അപ്പോൾ അതാണ് ഒരു ഇൻ്റർഫേസ്. പിന്നുള്ളത് NPS 8 A1P659. അത് നമുക്ക് പിന്നെ കോൺഫിഗർ ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസിൻ്റെ കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് SSH അടിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻ്റർഫേസസ് എല്ലാം കോൺഫിഗർ ചെയ്യാം. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ വി ആർ ഗോയിങ് ടു കോൺഫിഗർ ദ ഫസ്റ്റ് ഇൻ്റർഫേസ്. ഇവിടെ 56 തന്നെയാണ് കൊടുക്കുന്ന. കാര്യം 56 എന്ന് പറയുന്ന സ്വിച്ചിലേക്കാണ് ഇൻ്റർഫേസ് കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 192.168.11 കൊടുക്കാം. പിന്നെ അതിന് ശേഷം അതാണ് ഫസ്റ്റ് VM ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ല. നമ്മൾ ഇലവനിലേക്ക് ലോഗിൻ ചെയ്യാൻ നോക്കാം. എപ്പോഴും ഞാൻ ഏതോ ഒരു സിസ്റ്റത്തിന് 11 അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പഴയതിൻ്റെ കീ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് റീകണക്ട് ചെയ്യാൻ പറയുന്നത്. അത് SSH പ്രോട്ടോക്കോളിൻ്റെ ഒരു പ്രത്യേകതയാണ്. SSH എന്ന് പറയുന്നത് ഒരു സെക്യൂർ പ്രോട്ടോക്കോളാണ്. അതായത് നമ്മൾ വെബ് സെർവർ സെക്യൂർ ചെയ്യില്ല സർട്ടിഫിക്കറ്റ് വെച്ച് എന്ന് പറയുന്ന പോലെ SSHും സെക്യൂർഡാണ്. ഒരു പ്രൈവറ്റ് കീ പബ്ലിക് കീ വെച്ചിട്ട്. പ്രൈവറ്റ് കീ എപ്പോഴും സെർവറിൻ്റെ സൈഡിലായിരിക്കും. SSH പ്രോസസ്സ് റൺ ചെയ്യുന്ന സെർവർ നമ്മൾ പറയാം. ആ പ്രോസസ്സിൻ്റെ കയ്യിലായിരിക്കും. ആ സെർവർ ആരാണോ ക്ലയൻറ്റ് കണക്ട് ചെയ്യുന്നത് അവർക്കൊരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുക്കും, ഒരു പബ്ലിക് കീ എന്ന് പറയും. ആ പബ്ലിക് കീ ആ ക്ലയൻറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് പിന്നീട് ഒരു പാക്കറ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് സെർവറിലേക്ക് അയക്കുന്നത്. അപ്പോൾ SSH വഴി നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്കറ്റ്സ് എപ്പോഴും എൻക്രിപ്റ്റഡ് ആയിരിക്കും. അത് അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് നമ്മൾ വയർ ഷാർക്ക് വഴിയോ TCP ഡംപ് വഴിയോ നമ്മൾ പാക്കറ്റ് ഫുൾ സ്നിഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗാർബേജ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 11 ആയിപ്പോൾ ഞാൻ ആർക്കും അസൈൻ ചെയ്ത സമയത്ത് ആ 11 എന്ന് പറയുന്ന ആ സെർവർ, ആ SSH പ്രോസസ്സ് എൻ്റെ ക്ലയൻറ്റിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു കീ കൊടുത്തിട്ടുണ്ടായിരുന്നു, പബ്ലിക് കീ. അത് ഈ ഒരു
ഫയലിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പം SSH കമാൻഡ് പറയാണ്, പണ്ടെപ്പോഴോ നിങ്ങളൊരു വേറൊരു IP-യിലേക്ക് കണക്ട് ചെയ്ത് ഇതേ IP ഉള്ളൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പബ്ലിക് കീ ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ യു ഷുഡ് റിമൂവ് ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കമാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ, ആ ഒരു പബ്ലിക് കീ അല്ലാതെ റിമൂവ് ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് പബ്ലിക് കീ വീണ്ടും ഓഫർ ചെയ്യും. 11 എന്ന് പറഞ്ഞ സിസ്റ്റം. അതിന് നമ്മൾ സെർവർ എന്ന് നിൽക്കാനും പറയാം, SSH സെർവർ. അപ്പോൾ നമ്മളത് ലോക്കലി സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ എസ് പറയുമ്പോൾ അതോടെ സ്റ്റോർ ആവും. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇൻ്റർഫേസ് നമ്മൾ കോൺഫിഗർ ചെയ്തു. ഇനി നമുക്ക് S8, S9, S10 ഈ ഒരു 3 ഇൻ്റർഫേസും കൂടിയിട്ട് കോൺഫിഗർ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ആദ്യം S8. നിങ്ങൾക്ക് VI അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം കവർ ചെയ്യുന്ന ലിനക്സിൻ്റെ ബേസിക്സിൽ കവർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ലിനക്സിൽ ഉപയോഗിക്കുന്ന എഡിറ്ററാണ് VI. അപ്പോൾ VI നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ഞാൻ ലൈൻ നമ്പർ 4 മുതൽ 11 വരെ കോപ്പി ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാനതിനിവിടെ പേസ്റ്റ് ചെയ്യുന്നു, S8 ആക്കുന്നു. എൻ്റെ മാക് അഡ്രസ്സ് ഞാൻ ഒന്നുകൂടി നോക്കണം. മാക് അഡ്രസ്സ് എന്ന് പറയുന്നത് S8A1P659. റീപ്ലേസ് ആയി. ഞാനിതിനെ 57 കൊടുക്കുകയാണ്. അപ്പം ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഇവിടെ ഈ ഒരു രണ്ടാമത്തെ ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസ് നമ്മൾ കോൺഫിഗർ ചെയ്തു. ഇനി രണ്ടാമത്തെ ഇൻ്റർഫേസാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ച് ടു 57 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലാണ്. അപ്പോൾ ഇതിലൂടെ നമ്മളൊരു IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റി S8 എന്നാക്കണം. നമ്മൾ IP അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ S8 ഇപ്പോൾ അപ്പായിട്ടുണ്ട്. നമുക്ക് 57.10 ഒന്ന് പിങ് ചെയ്ത് നോക്കാം. അപ്പോൾ 57.10 അതായത് ഈ VM2 എനിക്ക് പിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ VM3 അതേപോലെ 56.10 എനിക്ക് പിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് VM3 ഇപ്പോൾ VM1 VM2 ആക്സസ് ചെയ്യാം. അതേപോലെ VM1 VM3 ആക്സസ് ചെയ്യാം, VM2 VM3 ആക്സസ് ചെയ്യാം. ഇനി അടുത്തത് എന്താണ്? ഈ VM1 എങ്ങനെ VM2 ആക്സസ് ചെയ്യാം? അപ്പോൾ ഇവിടെ രണ്ടുപേർക്ക് തമ്മിലൊരു കണക്ടിവിറ്റി ഇല്ല. സോ ദ കണക്ഷൻ ഹാസ് ടു ഗോ ത്രൂ VM3. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് ഡിഫോൾട്ട് ഗേറ്റ്വേ. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു പാക്കറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അത് ആ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള പാക്കറ്റ് അല്ല എങ്കിൽ അത് പോകുന്ന ഒരു സ്ഥലമാണ് ഡിഫോൾട്ട് ഗേറ്റ്വേ. അതായത് ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു എക്സിറ്റ് പോയിൻ്റ് എന്ന് നമുക്ക് പറയാം. അതായത് ഈ സ്വിച്ച് 1 ഏതെങ്കിലും ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു പോർട്ട് ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ആയിരിക്കും. അതിനെ നമുക്ക് എക്സിറ്റ് പോർട്ട് അല്ലെങ്കിൽ എക്സിറ്റ് ഡിവൈസായിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സിറ്റ് എന്ന് പറയുന്നത് VM3 ആണ്. അപ്പം VM3 ആക്കിയാലേ ആ പാക്കറ്റ് ഇവിടെ വരുള്ളൂ. ഉദാഹരണത്തിന് ഞാനിവിടെ നിന്നിട്ട് 192.168.56.10 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് 57.10 പിങ് ചെയ്ത് കഴിഞ്ഞാൽ പാക്കറ്റ് എവിടെ ആദ്യം പോകണം, അതാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. നമുക്ക് ആദ്യം ഒന്ന് പിങ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് SSH വഴി 56.10 കണക്ട് ചെയ്യണം.
അപ്പം നമ്മളിവിടെ എന്നിട്ട് പിങ് 192.168.57.10. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? നെറ്റ്വർക്ക് നോട്ട് റീച്ചബിൾ, നെറ്റ്വർക്ക് ഈസ് അൺറീച്ചബിൾ. കാര്യം ശരിയാണ്, സിസ്റ്റത്തിന് അറിയില്ല ഈ പാക്കറ്റ് എങ്ങോട്ട് എങ്ങനെ അയക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതെന്തെങ്കിലും റൗട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോയെന്നാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 56 എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്കുള്ള പാക്കറ്റുകളെല്ലാം പോകേണ്ടത് ENP0S3 എന്ന ഇൻ്റർഫേസ് വഴിയാണ് പുറത്തേക്ക് പോകേണ്ടത് എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 57 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് വഴി നെറ്റ്വർക്കിലേക്ക് പോകേണ്ടത് എങ്ങോട്ടേക്ക് പോകണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതാണ് സിസ്റ്റത്തിൻ്റെ റൗട്ടിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഇത് പാക്കറ്റിനെ സിസ്റ്റം എങ്ങനെ റൗട്ട് ചെയ്ത് വിടണം എന്ന് തീരുമാനിക്കുന്ന ടേബിളാണ് റൗട്ടിംഗ് ടേബിൾ. അപ്പോൾ IP റൗട്ട് എന്ന് പറയുന്ന കമാൻഡ് വഴി നമുക്ക് റൗട്ടിംഗ് ടേബിൾസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇതാണ്, ഈ 57 എന്ന് പറയുന്ന നെറ്റ്വർക്ക് അതിലേക്കുള്ള പാക്കറ്റ് എങ്ങോട്ടേക്ക് ആദ്യം പോകണം, അതായത് ആ എക്സ് നോഡ് അതിലേക്ക് പോകണം എന്ന് നമുക്ക് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കണം, ഏത് VM1. അപ്പോൾ അതിനുപയോഗിക്കുന്ന ടേമാണ് ഡിഫോൾട്ട് ഗേറ്റ് വേ. അതായത് ഡിഫോൾട്ട് ഗേറ്റ് വേ അല്ലെങ്കിൽ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അതായത് 192.168.57.10 ഒരു പാക്കറ്റ് പോകണമെങ്കിൽ ആ പാക്കറ്റ് ആദ്യം എവിടെ ചെല്ലണം? VM3 ചെല്ലണം. VM3ൻ്റെ IP അഡ്രസ് എന്താണ്? 192.168.56.11. അപ്പോൾ 11 വഴി പോകണം. അതായത് 56.10 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് 56.11 വഴി അത് ആ പാക്കറ്റ് പോകണം എവിടെ? 57.10. അപ്പോൾ ഈ ഒരു പാത്ത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരു റൗട്ടിംഗ് ടേബിൾ വേണം. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം ഇവിടെ. അപ്പോൾ അതിവിടെ ഉണ്ടാവും. തൽക്കാലം പുറത്തിടാം. റൗട്ട് ടേബിൾ നമ്മൾ RT എന്ന് പറയും. ഇവിടെ ഇടാം. റൗട്ടിംഗ് ടേബിൾ ഉണ്ടാവും. ഓക്കെ, ഈ റൗട്ടിംഗ് ടേബിളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ പോകണം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത്. ഇപ്പോൾ റൗട്ടിംഗ് ടേബിളിൽ നമുക്ക് എൻട്രി ഇടണം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് എൻട്രി ഇടാം. ഒന്ന്, ഡിഫോൾട്ട് ഗേറ്റ് വേ സെറ്റ് ചെയ്യുക. അതായത് ഏത് പാക്കറ്റും, അതായത് ആ ലോക്കൽ നെറ്റ്വർക്കിലല്ലാത്ത 56.x എല്ലാ പാക്കറ്റുകളും ഒരിടത്തേക്ക് പോകണം എന്ന് നമുക്ക് പറയാം. അതിനാണ് ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറയുന്നത്. അതല്ലാതെ ഓരോ നെറ്റ്വർക്കിലെയും നമുക്ക് പറയാം ആ നെറ്റ്വർക്കിലേക്കുള്ളത് ഈ ഒരു IP-യിലേക്ക് പോകണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് നമ്മൾ ജസ്റ്റ് ഗേറ്റ് വേ എന്ന് മാത്രമേ പറയുള്ളൂ. റൗട്ട് എൻട്രി ഫോർ റൗട്ടിംഗ് ദാറ്റ് നെറ്റ്വർക്ക്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു റൗട്ട് എൻട്രി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ റൗട്ട് എൻട്രി ആഡ് ചെയ്യുന്നത് 56.10 ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 56.10 ആണ്. അപ്പോൾ അതിൽ നമ്മൾ സെയിം ഫയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നെറ്റ് പ്ലാൻ്റെ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡ്രസ്സ് എന്ന് പറയുന്ന പോലെ റൗട്ട്സ്. റൗട്ട്സിൽ നമ്മൾ പറയുന്നത് 2 ഇങ്ങോട്ടേക്ക് 192.168.57.0-24 ആ ഒരു നെറ്റ്വർക്കിലേക്കുള്ളത് വയ 192.168.56.11 വഴി പോകണം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ ഓർമ്മയിരിക്കുക. VM1 നിന്ന് VM3 വഴി VM2 പാക്കറ്റ് പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. സോ എനി പാക്കറ്റ് ടു നെറ്റ്വർക്ക് 57 ഷുഡ് ബി റൗട്ടഡ് വയ 56.11 എന്നാണിത് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ സേവ് ചെയ്തിട്ട് നമ്മൾ നെറ്റ് പ്ലാൻ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് IP അഡ്രസ്സിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. IP റൗട്ട് എന്ന് അടിച്ച് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 57 എന്ന് പറയുന്ന നെറ്റ്വർക്ക് വയ 11 വഴി പോകണം. ഏത് ഡിവൈസ് വഴി? സെയിം നെറ്റ്വർക്ക് ഇൻ്റർഫേസ് വഴി പോകണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. 192.168.57.11. അപ്പോൾ അത് റൗട്ടാകുന്നുണ്ട്. ഇത് ബൈ ഡിഫോൾട്ട് റൗട്ട് ആവില്ല ആക്ച്വലി.
ബൈ ഡിഫോൾട്ട് റൗട്ടാകാണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ റൗട്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു കോൺഫിഗർ ആയിട്ടുള്ള ഒരു VM ആണ് യൂസ് ചെയ്തത്. ഒരു VMൻ്റെ ഒരു ഇമേജാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് വർക്കായത്. നമുക്ക് ആദ്യം 11 ഒന്ന് കയറി നമുക്ക് നോക്കാം. അതായത് സിസ്റ്റത്തിൽ ബൈ ഡിഫോൾട്ട് ഒരു പാരാമീറ്റർ ഉണ്ട്. അത് ഇതിനെ റൗട്ടറാക്കി മാറ്റുന്ന പാരാമീറ്ററാണ് സിസ്റ്റത്തിൻ്റെ ഒരു സിസ്റ്റം CTL, അത് സിസ്റ്റം കൺട്രോൾ കമാൻഡ് എന്ന് പറയും. കേണലിനോട് പറയുന്നതാണ് പാക്കറ്റ് റൗട്ട് ചെയ്യണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഒരു കമാൻഡാണ് sysctl. ഈ sysctl കമാൻഡ് അതിനകത്ത് നമുക്ക് IP ഫോർവേഡിങ് എനേബിൾഡ് ആണോ അല്ലയോ എന്നുള്ളത് കാണാൻ പറ്റും. ബൈ ഡിഫോൾട്ട് ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ ഡിഫോൾട്ടായിട്ട് ആദ്യം ഒന്ന് 0 ആക്കി സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് sysctl-w IP forward equal to 0. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ IP ഫോർവേഡിങ് ആ VM3ക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടുന്ന് വരുന്ന ഒരു പാക്കറ്റ് വേറൊരിടത്തേക്ക് അത് ഫോർവേഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണ് ബൈ ഡിഫോൾട്ട് സിസ്റ്റം ഉണ്ടാവുക എപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പിങ് ചെയ്ത് കഴിഞ്ഞാൽ 56 അല്ലല്ലോ 57 അല്ലേ, 57ലേക്കും പോകുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഇൻ്റർഫേസ് വഴി പോകാൻ ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ. 56 57ലേക്ക്. ഞാൻ സെയിം സിസ്റ്റത്തിനകത്താണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ സിസ്റ്റത്തിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിന് ഒരു ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് VM1 അവിടെ കാണാൻ പറ്റും. ഇതേപോലെ 56.10 ആണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഇത് VM3 ആണ്. നമുക്കതിനെ VM3 ആക്കി സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു സെഷൻ എടുക്കണം, എന്നാലേ ആ ഹോസ്റ്റ് നെയിം അവിടെ റിഫ്ലക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് VM2 VM1, VM2 ആൻഡ് VM3. അപ്പോൾ നമ്മൾ VM1 നിന്ന് VM3യിലേക്ക് നമ്മൾ പിങ് ചെയ്ത് നോക്കാം. അത് പിങ് നടക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഇപ്പോൾ ആദ്യം നടക്കുന്നത്? പാക്കറ്റ് ആദ്യം എവിടെ ചെല്ലണം? VM3യിലെത്തണം അല്ലേ? VM3ൻ്റെ ഇൻ്റർഫേസിൽ എത്തിയാൽ മാത്രമല്ലേ അതിന് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് VM3യിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. VM3യുടെ ഇൻ്റർഫേസിൽ നമ്മൾ ഒരു പാക്കറ്റ് സ്നിഫ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക്
ഇവിടെ ഒരു ICMP എക്കോ റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ICMP പാക്കറ്റിനെ മാത്രം ഫിൽട്ടർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിപ്ലൈ വരുന്നില്ല, പക്ഷേ റിക്വസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു ഇൻ്റർഫേസിൽ. പക്ഷേ അവിടെ നിന്നിട്ട് റിപ്ലൈ ഒന്നും പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് റിപ്ലൈ പോകാത്തത്? ബിക്കോസ് സിസ്റ്റം ഈസ് നോട്ട് ഫോർവേഡിങ് ദിസ് പാക്കറ്റ്. അതായത് ആ ഒരു sysctl കമാൻഡ് വഴി IP ഫോർവേഡിങ് എനേബിൾ ചെയ്താൽ മാത്രമേ ഈ VM3 പാക്കറ്റ് ഫോർവേഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം sysctl ആ സെയിം sysctl കമാൻഡ് അടിക്കും. sysctl -w =1. ഇനി നമ്മൾ പിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കറ്റ് പോകണം. പോവോ? നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് TCP ഇടാൻ ബാധ്യത എടുത്ത് നോക്കാം. പക്ഷെ ഇപ്പോഴും ICMP എക്കോ റിക്വസ്റ്റ് മാത്രമേ പോകുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും പോകാത്തത്? ആർക്കെങ്കിലും അതിൻ്റെ ആൻസർ പറയാൻ പറ്റുമോ? അതായത് നമ്മൾ പറയുന്നത് പാക്കറ്റ് ഇവിടെ നിന്ന് ഇവിടെ ചെല്ലണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ നമ്മൾ പാക്കറ്റ് ഫിൽട്ടർ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളെവിടെ നമുക്ക് പാക്കറ്റ് ഫിൽട്ടർ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇവിടെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ഈ ഇൻ്റർഫേസ് വരുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. അതായത് അതിൻ്റെ സെക്കൻഡ് ഇൻ്റർഫേസിൽ S8 ആണ്. അപ്പോൾ അവിടെ ആ ഇൻ്റർഫേസിലും വരുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് എവിടെ പാക്കറ്റ് ഫിൽട്ടർ ചെയ്യാൻ പറ്റുക? നമുക്കിവിടെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളിവിടെ VM2ൽ നമുക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയും പാക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാക്കറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വൺ വേ ട്രാഫിക് നടന്നു. അപ്പോൾ എന്തുകൊണ്ട് റിപ്ലൈ വരുന്നില്ല? അതാണ് ചോദ്യം. റിപ്ലൈ വരാത്തത് എന്തുകൊണ്ടാണ്? കാര്യം ഈ ഒരു സിസ്റ്റത്തിന് ആ റൗട്ടിംഗ് ടേബിൾ ഇല്ല. ഇതുകൊണ്ട് റൗട്ടിംഗ് ടേബിളിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്ങനെ ഇവിടെ തിരിച്ചു വരണം എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു റൗട്ടിംഗ് ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിലേ അവിടെ നിന്നും പാക്കറ്റ് തിരിച്ചു വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ റൗട്ടിംഗ് ടേബിൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഇവിടെ വേറെ ഒന്നുമില്ല. ആ നെറ്റ്വർക്കിൽ മാത്രമേ പാക്കറ്റ് കിടന്ന് കറങ്ങുള്ളൂ. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് എങ്ങനെ പാക്കറ്റ് പോകണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് 56ലേക്ക് എങ്ങനെ പാക്കറ്റ് പോകണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെയിം റൗട്ടിംഗ് ടേബിൾ ഒരു എൻട്രി ഇവിടെ നമ്മൾ ആഡ് ചെയ്യും. ടു 56ലേക്കാണ് നമുക്ക് റിപ്ലൈ പോകേണ്ടത്. ഏത് വഴി? 57.11 വഴി. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? sudo netplan apply. ഇപ്പം നമുക്ക് റിപ്ലൈ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ
ഒരു സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ റൗട്ടറാക്കി മാറ്റുന്നതും എങ്ങനെയാണ് റൗട്ട് എൻട്രീസ് ആഡ് ചെയ്യുന്നതും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് റൗട്ടിംഗ് ലിനക്സിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ ചോദ്യം എന്തെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? നമുക്ക് VM1 VM2 SSH ചെയ്യാൻ പറ്റുമോ? VM1 VM2 SSH ചെയ്യാൻ പറ്റുമെന്നോ? ചെയ്യാൻ പറ്റുമല്ലോ. പിങ് വർക്ക് ആയതുകൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കാവുന്നുണ്ട്. അതെ, നിങ്ങൾക്കത് കറക്റ്റായിട്ടൊന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം അതെ VM2 കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അങ്ങനെയാണ് ഒരു നോർമൽ ഒരു നെറ്റ്വർക്കിൽ റൗട്ട് കോൺഫിഗർ ചെയ്യുന്നത്. ഇനി എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം ഈ ഒരു ബേസിസിൽ നിന്നുകൊണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടത് ഒന്നൊരു റൗട്ടിംഗ് ടേബിളിൽ എങ്ങനെ റൗട്ട് എൻട്രി ആഡ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ IP ഫോർവേഡിങ് എങ്ങനെ എനേബിൾ ചെയ്യുന്നു എന്നുള്ളതും, ഈ രണ്ട് കാര്യമാണ് നിങ്ങൾ കണ്ടത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽസ്. അത് ആ രണ്ട് കാര്യങ്ങളും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ IP റൗട്ട് എന്ന് പറയുന്ന കമാൻഡ്, SS എന്ന് പറയുന്ന കമാൻഡ്, അതേപോലെ തന്നെ TCP ഡംപ് എന്ന് പറയുന്ന ഒരു കമാൻഡ്, പിന്നെ നമ്മൾ കണ്ടത് പിന്നെന്താണ് SSH നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ഇത്രയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ എസ്ട്രേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയി, ഇത്രയേ ഉള്ളൂ. പിന്നെ ARP, ഇങ്ങനെ ARP ടേബിൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ARP ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, എനിക്കിതിൽ നെറ്റ്വർക്ക് ഇല്ലല്ലോ, അതായത് ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ല. അപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് എങ്ങനെ കൊണ്ടുവരാം? അപ്പോൾ ഈ VM3 നമുക്ക് നോക്കാം. VM3 നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടോയെന്ന്. ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ VM3 നമുക്ക് നെറ്റ്വർക്ക് ആക്സസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. മേ ബി നമുക്ക് ഇതിന് പുറത്തുള്ള നെറ്റ്വർക്കിലേക്ക് എൻ്റെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. പക്ഷേ അതിനകത്ത് IP അഡ്രസ് ഒന്നും അസൈൻ ആയിട്ടില്ല. സോ ഞാനതിനെ അപ്പാക്കണം. വൈഫൈ ആയതുകൊണ്ട് DHCP എനേബിൾ ചെയ്യണം. Interface is first and copy. Set NU, then :12 to 19 S9 അല്ലേ? അപ്പം എനിക്ക് ഇഷ്ടത്തിലേക്ക് ഒന്ന് പോയിട്ട് S9 S10 ആണ്. അതാണ് അവസാനത്തെ ഇൻ്റർഫേസ്. ENP0 S10. Okay.
true. Oops. Okay. പേസ്റ്റ് എണ്ണ അപ്പം അവിടെ നോക്കണം ആദ്യം. S10 അപ്പായിട്ടുണ്ട്, ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി IP address. എനിക്ക് IP address ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ IP address വന്നിട്ടുണ്ട്. അപ്പോൾ 31 ആണ് എൻ്റെ നെറ്റ്വർക്ക്. അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് ഞാൻ ഒന്ന് ഗൂഗിളിനെ പിങ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ഗൂഗിളിലേക്ക് ആക്സസ് ഉണ്ട്. അതായത് VM3ക്ക് ഇപ്പോൾ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് ഉണ്ട്. ഇനി നമ്മുടെ ചോദ്യം, എനിക്ക് VM3 വഴി VM1നും VM2നും ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? പറ്റും. ഓക്കെ, കാര്യം അവിടെ ഒരു കണക്ടിവിറ്റി അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി അല്ലേ? ഓൾറെഡി അവിടെ ഒരു കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ബാക്കിയെല്ലാം ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പാത്താണ് നമുക്കിനി വർക്ക് ആവേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ റൗട്ട് ടേബിൾ എൻട്രി കൊടുത്താൽ മാത്രമേ നമുക്ക് ഏത് നെറ്റ്വർക്കിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ഏത് നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും? നമ്മൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഓക്കെ 57 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 57 ഒരു എൻട്രി റൗട്ടിൽ ആഡ് ചെയ്യണം. പക്ഷേ ഗൂഗിളിൻ്റെ IP അഡ്രസ് ഞാൻ ഇവിടെ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും? ചോദ്യമല്ലേ? അപ്പോൾ ഗൂഗിളിൻ്റെ IP അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ എത്ര IP അഡ്രസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം? അത് പോസിബിൾ അല്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫോൾട്ട് ഗേറ്റ് വേ. അതായത് എങ്ങോട്ട് പാക്കറ്റ് പോകണം എന്ന് ഓരോ നെറ്റ്വർക്കിലും കൊടുക്കുന്നതിന് പകരം നമ്മൾ പറയാണ് ബൈ ഡിഫോൾട്ട് ഒരിടത്തേക്ക് പോകണം. അതിന് പറയുന്നതാണ് ഡിഫോൾട്ട് ഗേറ്റ് വേ. അപ്പോൾ ഡിഫോൾട്ട് ഗേറ്റ് വേ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ നേരത്തെ നമ്മൾ കണ്ടത് എങ്ങനെ ഒരു ഗേറ്റ് വേ സെറ്റ് ചെയ്യാം, ഒരു നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഒരു ഗേറ്റ് വേ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ കണ്ടത്. അതേപോലെ അടുത്തൊരു കോൺസെപ്റ്റാണ് ഡിഫോൾട്ട് ഗേറ്റ് വേ. അതായത് എങ്ങോട്ടേക്കോ പോകേണ്ട ഒരു പാക്കറ്റ് അതെവിടേക്ക് പോകണം, അതാണ് ഡിഫോൾട്ട് ഗേറ്റ് വേ. ആ ഡിഫോൾട്ട് ഗേറ്റ് വേ എല്ലാ സിസ്റ്റത്തിലും സെറ്റായിരിക്കും. അത് നിങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാ നെറ്റ്വർക്കിലും പോയിട്ട് ഒരു IP കമാൻഡ് അല്ലെങ്കിൽ IP റൗട്ട് കമാൻഡ് അടിച്ചാൽ നിങ്ങളുടെ ഡിഫോൾട്ട് ഗേറ്റ് വേ കാണാം. അപ്പോൾ ആ ഡിഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യും? ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറയുന്നത് VM3 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ലോക്കൽ നെറ്റ്വർക്ക് അല്ലാത്ത ഏത് നെറ്റ്വർക്കിലേക്ക് പാക്കറ്റ് കൊടുത്താലും അത് VM3യിലേക്ക് പോകണം. പിന്നെ VM3 എന്നത് എങ്ങോട്ടേക്ക് പോകണമെന്ന് തീരുമാനിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? VM3ക്ക് ജസ്റ്റ് പാക്കറ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ. കാര്യം ഇവിടെ നമ്മൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ IP അഡ്രസ് ഇല്ലേ, അത് നമ്മൾ നേരത്തെ കണ്ട 192.160 ആ ഒരു VM3യുടെ വൈഫൈ നെറ്റ്വർക്ക് ആണ് അല്ലേ, 31.14. ഈ 31.14ലേക്ക് പോകണമെന്ന് മാത്രമേ ഇദ്ദേഹത്തിന് അറിയൂ. പക്ഷേ നമുക്ക് പോകേണ്ടത് ഗൂഗിൾ പുറത്തേക്കല്ലേ പോകേണ്ടത്, വേറൊരു നെറ്റ്വർക്കിലേക്കാണ് പോകുന്നത്, ഇൻ്റർനെറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു അഡീഷണൽ കാര്യം കൂടി ചെയ്യേണ്ടി വരും. അതിന് പറയുന്ന പേരാണ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ, അതായത് NAT. എന്താണ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു റൗട്ടറും കൂടി ഉണ്ടാവും. അതായത് നിങ്ങൾ ഒരു ഫൈബർ ടു ഹോം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു റൗട്ടറും കൂടി ഉണ്ടാവും. അപ്പോൾ ആ റൗട്ടർ വഴിയാണ് നിങ്ങളുടെ പാക്കറ്റ് ഇൻ്റർനെറ്റിലേക്ക് പോകുന്നത്, അതേകൂട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് പാക്കറ്റുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ റൗട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ആ റൗട്ടറിൻ്റെ IP അഡ്രസ്സ് ഉണ്ടാവും. ആ റൗട്ടറിൻ്റെ IP അഡ്രസ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇൻ്റർനെറ്റിലാണ് ആ IP അഡ്രസ്സ് ഇരിക്കുന്നത്. പക്ഷേ അത് ISPയുടെ പുറയിലാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ പോയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് വഴി നിങ്ങളുടെ റൗട്ടറിൻ്റെ IP അഡ്രസ്സിലേക്ക് പിങ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിങ് വർക്കാവില്ല. കാര്യം അതൊരു നാറ്റ് ബിഹൈൻഡ് നാറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നാറ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം.
നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ലിനക്സിൽ. അതായത് ഞാനിപ്പോൾ പറയുകയാണ്, അതായത് ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിൽ ഒരു പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ, ഇഫ് ദ പാക്കറ്റ് ഈസ് ഡെസ്റ്റിൻഡ് ഫോർ ഇൻ്റർനെറ്റ്, ദെൻ ചേഞ്ച് the source IP address to my IP address, then to send the packet out. While reply coming back, change the source IP address back to the original VM എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ഇവിടെ നടക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഞാൻ ഈ കമാൻഡൊക്കെ കാണിക്കുന്നതിന് മുമ്പ് I can actually show you how that works. ഇതൊരു പാക്കറ്റാണെന്നാണ് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇത് പാക്കറ്റ് വരുന്ന ഒരു സോഴ്സ് IP അഡ്രസ്, മേ ബി VM1 എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് 56.10 അതാണ് അതിൻ്റെ സോഴ്സ്. നമുക്ക് ഫുൾ എഴുതാം, 192.168 56.10 അതാണ് സോഴ്സ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗൂഗിളിൽ നിന്ന് കൊടുക്കുക. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് google.com. അപ്പോൾ ആ പാക്കറ്റ് എവിടെ വരും? ഈ ഇൻ്റർഫേസിൽ വരും. ഈ ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? അതിനെ നാറ്റ് ചെയ്യും. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇടാം, നാറ്റ്. അത് ബൈ ഡിഫോൾട്ട് നടക്കില്ല, നമ്മൾ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കോൺഫിഗറേഷൻസ് ഉണ്ട്, അത് നമുക്ക് കാണാം പിന്നീട്. അത് നാറ്റിലേക്ക് കൊടുക്കും. നാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഈ പാക്കറ്റ് തിരിച്ച് ഇവിടെ വരുന്ന സമയം നാറ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ ഈ 56.10 എന്ന് പറയുന്നത് ഈ ഇവിടെ 31.14 ആയി മാറും. എന്നിട്ടാണ് അത് ഇൻ്റർനെറ്റിലേക്ക് പോകുന്നത്. ഈ പാക്കറ്റ് പിന്നെ ഇൻ്റർനെറ്റിലേക്ക് പോകും. അത് എൻ്റെ റൗട്ടറിലേക്കാണ്, എൻ്റെ പുറത്തുള്ള എൻ്റെ വൈഫൈയിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ എൻ്റെ വൈഫൈക്ക് ഈ വൈഫൈ നെറ്റ്വർക്കിൽ ആണ് ഈ പാക്കറ്റ് ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് നാറ്റ് ചെയ്ത് വൈഫൈ നെറ്റ്വർക്കുള്ള പാക്കറ്റിലേക്കാക്കി മാറ്റി. അപ്പോൾ ഈ നാറ്റിങ് നടക്കുന്ന സമയത്ത് ഇതൊരു നാറ്റിങ് ടേബിളും കൂടി കീപ്പ് ചെയ്യും. കാര്യം തിരിച്ചു വരുന്ന സമയത്ത് പാക്കറ്റിനെ ഞാൻ അറിയണ്ടേ. അപ്പോൾ ഈ പാക്കറ്റിന് ഈ നാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ ഇടും. ഇപ്പോൾ ഇതിനെ നമ്മൾ സിസ്റ്റം നമ്പർ അസൈൻ ചെയ്യും. ഇപ്പോൾ 1 എന്ന് പറഞ്ഞൊരു നമ്പർ അസൈൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു എൻട്രിയും കൂടി, നാറ്റ് എൻട്രിയും കൂടി വരും. 1 എന്ന് പറഞ്ഞിട്ടൊരു എൻട്രി വരും. ഓക്കെ, അതായത് പാക്കറ്റ് പോകുന്നത് ഡയറക്റ്റ് ഇവിടെ നിന്നായിരിക്കില്ല പോവുക, ഈ ഒരു നാറ്റ് എൻട്രി ഉണ്ടായതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അതൊരു നാറ്റ് എൻട്രി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു നാറ്റ് എൻട്രി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുക. ഇനി ഇതിൻ്റെ റിപ്ലൈ തിരിച്ചു വരുമല്ലോ. റിപ്ലൈ തിരിച്ചു വരുന്ന സമയത്ത് ഈ നാറ്റ് എൻട്രിയിൽ അത് നോക്കും ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ്. അതായത് ഈ ഒരു നമ്പർ ഇട്ടിട്ടല്ലേ പോയത്. അപ്പോൾ ഇന്ത്യനിൽ ഒരു നമ്പർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് അതായത് സീക്വൻസ് നമ്പർ എന്ന് പറയും. അതായത് പോകുന്ന ഓരോ പാക്കറ്റിനും ഓരോ സീക്വൻസ് നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇതിനും ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇതിനെന്തുണ്ടാവും? ഇതിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ ഉണ്ടാവും. അതായത് 1 നാറ്റ് എന്നോ അല്ലെങ്കിൽ 1A എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ. അപ്പോൾ സിസ്റ്റം ഇൻറ്റേർണലായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമ്പറാണ്. അപ്പോൾ റിപ്ലൈ വരുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടായിരിക്കും റിപ്ലൈ വരുന്നത്. ഇപ്പോൾ 1B എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് റിപ്ലൈ സീക്വൻസ് നമ്പർ എന്നിട്ട്. അപ്പോൾ ഇവിടെ ഈ നാറ്റിംഗ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ 1Aക്ക് വേണ്ടിയിട്ടാണ് റിപ്ലൈ വന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തിരിച്ച് ആ റിപ്ലൈ വരുന്ന പാക്കറ്റ്, റിപ്ലൈ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ സോഴ്സ് എന്തായിരിക്കും? ഗൂഗിളിൻ്റെ IP അഡ്രസ് ആയിരിക്കും ഇത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഗൂഗിളിൻ്റെ IP അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക സോഴ്സിൽ, അല്ലേ? ഡെസ്റ്റിനേഷനായിട്ട് ഉണ്ടാവുക ഈ IP അഡ്രസ് ആയിരിക്കും 192.168.31.14. അപ്പോൾ ഇതായിരിക്കും റിപ്ലൈ പാക്കറ്റ് തിരിച്ചു വരുന്നത്. ഇപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് സിസ്റ്റം എന്ത് ചെയ്യും?
ഇവിടെ നോക്കും ഈ നാറ്റിംഗ് ടേബിളിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് കാണാൻ പറ്റും, ഓക്കെ ഇതിൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ് വന്നത്. അപ്പോൾ അത് വീണ്ടും തിരിച്ച് റിവേഴ്സ് നാറ്റ് ചെയ്യും. റിവേഴ്സ് നാറ്റ് എങ്ങനെ ചെയ്യും? റിവേഴ്സ് നാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാക്കറ്റിനെ അത് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നാറ്റ് ചെയ്ത് തിരിച്ച് അതിനെ കൊണ്ടുവരുന്നത്. എന്നിട്ടാണ് ആ പാക്കറ്റ് തിരിച്ച് സിസ്റ്റത്തിലേക്ക് പോകുന്നത്. കാര്യം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 56 നെറ്റ്വർക്കിലായില്ലേ, പിന്നെ തിരിച്ച് സിസ്റ്റത്തിന് അറിയാം അങ്ങോട്ടേക്ക് വിടണമെന്നുള്ളത്, തിരിച്ച് പോയിട്ട് വരും. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പരിപാടിയാണ് നാറ്റിംഗ്. ഈ നാറ്റിംഗ് ബൈ ഡിഫോൾട്ട് നടക്കില്ല. നമ്മൾ നാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് IP ടേബിൾസ് അല്ലെങ്കിൽ NF ടേബിൾസ് എന്ന് പറയും. ഈ NF ടേബിൾസിൽ നമ്മൾ ഒരു നാറ്റ് റൂൾ എഴുതി വെക്കണം. ദ പാക്കറ്റ് ഇസ് കമ്മിങ് ടു ദിസ് ഇൻ്റർഫേസ് ഷുഡ് ബി നാറ്റഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ എഴുതി വെക്കണം. എന്ന് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ നാറ്റിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കിതിന് ടൈം ആയതുകൊണ്ട് നമുക്ക് ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാൻ പറ്റില്ല അൺഫോർച്യുനേറ്റ്ലി. മേ ബി നെക്സ്റ്റ് ടൈം. അതായത് ഈ നാറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, അത് ഇത്ര ഓർത്തിരിക്കുക. ഒരു പാക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഇൻ്റർനെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഇൻ്റർനെറ്റിലേക്ക് വിടുന്നതിന് മുമ്പ് ആ പാക്കറ്റിൻ്റെ ഒരു കൺവേർഷൻ നടക്കും. അതായത് ഞാൻ എൻ്റെ വൈഫൈ നെറ്റ്വർക്കിലേക്കാണ് വിടുന്നതെങ്കിൽ ആ വൈഫൈ നെറ്റ്വർക്കിലെ ഒരു പാക്കറ്റാക്കി അതിനെ മാറ്റിയാൽ മാത്രമേ അത് റൗട്ട് ചെയ്ത് പോവുള്ളൂ. അപ്പോൾ അതിന് നടത്തുന്ന പറയുന്ന പേരാണ് നാറ്റിംഗ്, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. അതിൻ്റെ സോഴ്സ് IP അഡ്രസ്സ് മാറ്റി എൻ്റെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ IP അഡ്രസ് ആക്കി മാറ്റും. എന്നിട്ട് സിസ്റ്റം ഒരു ടേബിൾ കീപ്പ് ചെയ്യും, ഏതൊക്കെ പാക്കറ്റാണ് ഞാൻ നാറ്റ് ചെയ്തത്. അതിൻ്റെ റിപ്ലൈ വരുന്ന സമയത്ത് തിരിച്ച് അതിനെ വീണ്ടും എൻ്റെ ഇൻറ്റേർണൽ നെറ്റ്വർക്കിൻ്റെ സോഴ്സാക്കി മാറ്റും. എന്നിട്ടാണ് ആ നെറ്റ്വർക്കിലേക്ക് തിരിച്ച് പാക്കറ്റിനെ അയക്കുന്നത്. ഇതാണ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ ടേബിൾ ഫില്ലാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം നമ്മളത് അതിനെ എക്സ്പാൻഡ് ചെയ്യണം, അതിന് കേർണൽ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ റൗട്ടറിൽ നടക്കുന്നതും ഇതേ പരിപാടിയാണ്, നിങ്ങളുടെ ISPയിൽ നടക്കുന്നതും ഇതേ സംഭവങ്ങൾ തന്നെയാണ്. ഒരിക്കലും അവർ നിങ്ങളുടെ പാക്കറ്റ് ഡയറക്റ്റ് ഇൻ്റർനെറ്റിലേക്കല്ല അസൈൻ ചെയ്യുന്നത്, പകരം അവരുടെ ISP റൗട്ടറിൻ്റെ IP അഡ്രസ്സിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റൗട്ടറിൻ്റെ IP അഡ്രസ്സ് വേറെടുത്ത് നിന്നുകൊണ്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാത്തത്. ഇഫ് ഇറ്റ് ഈസ് ബിഹൈൻഡ് ദെയർ ISP നാറ്റിംഗ് ദെൻ യുവർ റൗട്ടർ IP അഡ്രസ് വോണ്ട് ബി റീച്ചബിൾ. അപ്പോൾ ചിലർ പബ്ലിക് IP അഡ്രസ് അസൈൻ ചെയ്യുന്നവരുണ്ട്. സോ ഇതാണ് ലിനക്സിൻ്റെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് നെറ്റ്വർക്കിംഗ് പരിപാടികൾ. സോ നാറ്റിങ്ങും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നറിയാം. അതായത് ഒറ്റ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. തൽക്കാലം ഈ ഒരു പിക്ചർ ഓർത്തിരിക്കുക, എങ്ങനെയാണ് VM1 നിന്ന് VM3 വഴി ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് കിട്ടുന്നത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നാറ്റിംഗ് വരും, ഈ സോഴ്സ് IP അഡ്രസ്സ് മാറ്റി റൗട്ടറിൻ്റെ വൈഫൈയുടെ സോഴ്സ് IP അഡ്രസ്സിലേക്ക് മാറ്റുന്നു, ഒരു ടേബിൾ കീപ്പ് ചെയ്യുന്നു, റിപ്ലൈ വരുന്ന സമയത്ത് തിരിച്ച് ഇൻറ്റേർണൽ നെറ്റ്വർക്കിൻ്റെ സോഴ്സ് ആക്കി മാറ്റണം, സോഴ്സ് റീപ്ലേസ് ചെയ്ത് ഇൻറ്റേർണൽ നെറ്റ്വർക്കിൻ്റെ സോഴ്സ് IP ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നാറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പറ്റിയത്. ഇനി മേ ബി വി ക്യാൻ ഹാവ് എ ഫോളോ സെഷൻ മേ ബി സം ടൈം. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തേ, അതുപോലെ വേറെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെക്കണോ? നമ്മൾ നാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാര്യം അതിനെ ഓൾറെഡി ആ നെയിമിനെ ഒരു IP ആക്കി ആര് മാറ്റും, VM3 ഓൾറെഡി ഒരു IP ആക്കി മാറ്റും. ഇപ്പം VM3യിലാണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ nslookup എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. nslookup വഴി www.google.com എന്നടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ IP അഡ്രസ് നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത്? ഈ ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് IP കിട്ടൂ. ഇതിൻ്റെ IP അഡ്രസ് കൊടുക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അതാണ് നെയിം റിസോൾവർ എന്ന് പറയും, DNS.
DNS ആണ് നെയിമിനെ IP ആക്കി മാറ്റുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിന് ഈ DNS എവിടെ ആയിരിക്കുന്നത് കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതായത് ഞാൻ എൻ്റെ വൈഫൈ നെറ്റ്വർക്ക് എനേബിൾ ചെയ്തില്ലേ, ആ വൈഫൈ നെറ്റ്വർക്ക് എനേബിൾ ചെയ്ത സമയത്ത് അതിന് DHCP ആയിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ വൈഫൈ റൗട്ടർ ഈ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു റിസോൾവ് എ നെയിം ടു ആൻ IP അഡ്രസ് പ്ലീസ് യൂസ് ദിസ് IP എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിസ്റ്റം റിസോൾവറിൻ്റെ ഒരു കമാൻഡും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. I think it is systemctl resolve. Resolve CTL, I think. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം 31.1 എന്ന് പറയുന്നതാണ് എൻ്റെ DNS. അതായത് എൻ്റെ വൈഫൈ റൗട്ടറിൻ്റെ IP അഡ്രസ് ആണത്. അതിലേക്കാണ് റിക്വസ്റ്റ് പോകുന്നത്. ഈ NS ലുക്കപ്പ് എന്ന് ഞാൻ അടിക്കുമ്പോൾ ആദ്യം റിക്വസ്റ്റ് പോകുന്നത് ഇവിടേക്കാണ്. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ IP അഡ്രസ് കൊണ്ട് തരുന്നത് ആദ്യം. അത് VM3യിലാണ് നടക്കുന്നത്. അപ്പോൾ VM3ക്ക് ആ നെറ്റ്വർക്ക് റിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നിങ്ങൾ നെറ്റ്വർക്ക് മൊബൈലിൽ നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണ് നടക്കുന്നത്. ഒരു DNS സെറ്റ് ആവും. ഇത് ഫസ്റ്റ് DNS സെർച്ച് ചെയ്യുന്നത്. അതെ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം NS ലുക്കപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ സാധനം വർക്കാവില്ല. കാര്യം അത് നെയിം റിസോൾവ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഞാനിവിടെ DNSും കൂടി കോൺഫിഗർ ചെയ്യണം. അതായത് DNS എന്ന് പറയുന്നത് etc_resolve.conf വഴിയാണ് പണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ resolve CTL എന്ന് പറഞ്ഞ കമാൻഡാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഈ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ റിസോൾവ് എന്ന് പറഞ്ഞ ആ ഒരു റിസോൾവ് CTL വെച്ചിട്ട് നമ്മളൊരു DNS സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് DNS നമ്മൾ ഒന്നുകിൽ നമ്മുടെ റൗട്ടറിൻ്റെ IP അഡ്രസ് കൊടുക്കാം, അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് ആയിട്ടുള്ള IP അഡ്രസ്സുകളുണ്ട്. അതായത് 1.1.1 നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ പബ്ലിക് ആയിട്ടുള്ള DNS ആണ്. അപ്പോൾ എനിക്ക് VM1ൽ എനിക്ക് 1.1.1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ 1.1ലേക്കുള്ള റിക്വസ്റ്റ് VM3യിൽ വരും. അത് നാറ്റ് ചെയ്ത് പുറത്ത് പോയി 1.1 എന്നുള്ള റെസ്പോൺസ് എനിക്ക് തിരിച്ചു വന്നിട്ട് ആ IP അഡ്രസ്സിലേക്ക് വീണ്ടും റിക്വസ്റ്റ് പോകും. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഞാൻ സിംപ്ലിഫൈ ചെയ്താണ് നാറ്റ് ഇവിടെ റിസോൾവ് എന്ന് പറയുന്ന സാധനം കൂടി നടക്കുന്നുണ്ട്. പറയുന്നതാണ് നെയിം റെസൊല്യൂഷൻ. നെയിം റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം കൂടി നടക്കുന്നുണ്ട്. ഇപ്പം ഡയറക്റ്റ് IP അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ നെയിമാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ IP അഡ്രസ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മളിവിടെ www.google.com എടുത്തു കഴിഞ്ഞാൽ ആ നെയിം റെസൊല്യൂഷൻ്റെ ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. അത് അല്ലെങ്കിൽ റിസോൾവ് D ആണ് ചെയ്യുന്നത്. അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കും ഏത് DNSലെ പോയി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസ്പോൺസ് കിട്ടും. അപ്പോൾ അതിൻ്റെ ചിലപ്പം ഈ റൗട്ടറിൻ്റെ IP അഡ്രസ് ആയിരിക്കാം, അതായത് എൻ്റെ വൈഫൈ റൗട്ടറിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പബ്ലിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള DNS എനിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1.1.1, 4.4.4, 8.8.8 ഇതൊക്കെ എന്ന് പറയുന്നത് പബ്ലിക് DNS ആണ്. അപ്പോൾ 8.8.8 ആണെന്നുണ്ടെങ്കിലും ആ റിക്വസ്റ്റും ഈ VM3യിൽ വരും. അതിനെ നാറ്റ് ചെയ്ത് പുറത്തു പോകും. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് തിരിച്ചു വരും. എന്നിട്ട് ആ IP അഡ്രസ് ഉണ്ടാവും എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണമെന്നുള്ളത്. അത് വീണ്ടും ഇതേ നാറ്റിങ് തന്നെ നടക്കും അതിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലുള്ള ഏത് സാധനവും ഈ ഒരു VM3 വഴി നാറ്റിങ് വഴി ആക്സസ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചൊരു ഒന്നുകൂടി ഇരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് IP അഡ്രസ് മാത്രമാണ് ഡീൽ ചെയ്തത്. നമ്മൾ നെയിം റെസൊല്യൂഷൻ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. ഒരു ഡൗട്ട് വരുന്നത്, അതായത് ഇപ്പം എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട് പബ്ലിക് ആക്സസ് ചെയ്യുന്നത്.
ആ വെബ്സൈറ്റ് ഞാൻ ഈ VM1 മാത്രം ആക്സസ് ചെയ്യുന്ന രീതിയിൽ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കുക. ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ലല്ലോ, ഈ നാറ്റ് വഴി പോകുന്നോണ്ട്. VM1 എനിക്ക് VM1 വേണ്ടിയിട്ട് എനിക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ വെബ്സൈറ്റ് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കുക VM1 വേണ്ടി, VM1 IP മാത്രം ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ. അങ്ങനെ പക്ഷെ അത് വർക്കാവില്ല. കാര്യം ഇവിടെ വരുന്ന പാക്കറ്റ് നമ്മൾ ചേഞ്ച് ആയിട്ടല്ലേ വരിക. നാറ്റിന്റെ IP അഡ്രസ് കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യണം. അപ്പൊ ഈ നമ്മുടെ ഈ നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്നൊക്കെ വേറെ വെബ്സൈറ്റ് ഒക്കെ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് പബ്ലിക് IP അസൈൻ ചെയ്യുന്നതുകൊണ്ടാണോ വർക്ക് ചെയ്യുന്നത്? അതായത് നമ്മൾ എല്ലാ സിസ്റ്റത്തിനും ഒരു നാറ്റ് വഴി, ഒരു നാറ്റ് ഗേറ്റ് വഴിയാണ് പോകുന്നത്. അതായത് പ്രൈവറ്റ് നെറ്റ്വർക്ക്, അതായത് ഞാൻ പറഞ്ഞിട്ടില്ല, അതായത് നിങ്ങളുടെ IP അഡ്രസ്, VMന്റെ IP അഡ്രസ് പ്രൈവറ്റ് നെറ്റ്വർക്കിലാണ്. അത് 192.168.10. അല്ലെങ്കിൽ 172 ആ സീരീസിലുള്ള IP അഡ്രസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഒരു നാറ്റിങ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് VM1 മാത്രം അവിടെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഇന്റർനെറ്റിലുള്ള സിസ്റ്റത്തിൽ നിങ്ങൾക്ക് നാറ്റ് IP അഡ്രസ് മാത്രമേ ആ സിസ്റ്റം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ EC2 അതായത് AWSലൊക്കെ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. അവർ പറയും, അതായത് എനിക്ക് അലോ ചെയ്യണം, എൻ്റെ നാറ്റ് അലോ ചെയ്യണം എന്ന് പറയും ചിലർ. എന്നാൽ മാത്രമേ എൻ്റെ സിസ്റ്റത്തിന്, നിങ്ങളുടെ സിസ്റ്റത്തിന് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ആ സിസ്റ്റത്തിന് ഡയറക്റ്റ് IP ആയിരിക്കില്ല ഈ പുറത്ത് വരുമ്പോൾ കാണുന്നത്, ഈ നാറ്റ് IP ആയിരിക്കും കാണുന്നത്, നാറ്റഡ് IP ആയിരിക്കും കാണുന്നത്. അത് ഇൻ അവർ കേസ് ഇറ്റ് വിൽ ബി 168.31.14 എന്ന് പറയുന്ന ഒരു IP അഡ്രസ് ആയിരിക്കും റൗട്ടർ കാണുന്നത്, വൈഫൈ റൗട്ടർ. ഇനി വൈഫൈ റൗട്ടർ ചെന്നിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ നാറ്റ് ചെയ്ത് പോവാം, നമുക്കറിയാൻ പറ്റില്ല. അതായത് പബ്ലിക് IP അഡ്രസ് ഉള്ള ഏത് ഡിവൈസ് ആണോ എക്സിറ്റ് ചെയ്യുന്നത് ആ ഡിവൈസിൻ്റെ IP അഡ്രസ് ആയിരിക്കും സെർവർ കാണുന്നത്. ഈ VPN ഒക്കെ അതിന്റെ കേസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? VPN എന്ന് പറയുന്നത് അതൊരു ടണലിംഗ് എന്ന് പറയും. അത് ആക്ച്വലി അത് TCP ആണെങ്കിലും അതൊരു എസ്റ്റാബ്ലിഷ്ഡ് കണക്ഷനകത്ത് കൂടിയിട്ട് പാക്കറ്റ് പോകുന്നതാണ് VPN. അതായത് അതിനെ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിവിടെ 2 നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. നെറ്റ്വർക്ക് A, നെറ്റ്വർക്ക് B. We can put it like this. ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ റൗട്ടറാണിത്, എക്സ്റ്റേണൽ റൗട്ടർ. ഈ റൗട്ടർ തമ്മിൽ എനിക്കൊരു കണക്ടിവിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു 192.168.56.10 മുതൽ 50 വരെ IP അഡ്രസ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എനിക്ക് 51 മുതൽ ഒരു 70 വരെ ഉണ്ടെന്ന് വിചാരിക്കുക. അത് രണ്ടും ഇരിക്കുന്നത് 2 നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് തമ്മിൽ ഒരു റൗട്ടറിൻ്റെ കണക്ടിവിറ്റി ഉണ്ട്. ഇവിടെ എനിക്കൊരു ഗേറ്റ് വേ ഉണ്ടെങ്കിൽ ഈ ഗേറ്റ് വേക്ക് ഒരു IP അഡ്രസ്സ് ഞാൻ പറയുകയാണ് 192.168.56.100. ഇവിടെ ഒരു 101 എന്നും പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്നിട്ട് ഒരു ഗേറ്റ് വേ, ഒരു റൗട്ടിംഗ് ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാക്കറ്റ് ഇവിടെ വരും. അതിനുശേഷം ഇവിടെ നമുക്ക് ഈ 2 റൗട്ടറിൻ്റെ ഇടയ്ക്ക് ഇൻ്റർനെറ്റാണുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പാക്കറ്റ് റൗട്ട് ചെയ്യേണ്ട പ്രശ്നം വരുന്നത്. അതായത് എൻ്റെ ലോക്കൽ നെറ്റ്വർക്ക് അല്ലേ അത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എൻ്റെ ഇൻ്റർനെറ്റാണ്.
ആ ഇൻ്റർനെറ്റിലേക്ക് എങ്ങനെ പാക്കറ്റ് വിടാൻ പറ്റും? അതായത് 56 എന്ന് പറഞ്ഞ ഒരു ലോക്കൽ നെറ്റ്വർക്കിലെ പാക്കറ്റ് പുറത്തേക്ക് പോകത്തില്ല. പുറത്തേക്ക് പോയാലും അതിന് റിപ്ലൈ വരത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിന് ഈ റൗട്ടറിന് ഒരു പബ്ലിക് ഐപി അഡ്രസ് ഉണ്ടാവും. ഇത് നെറ്റ്വർക്കിലേക്ക് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ആയതുകൊണ്ട്. അപ്പം അവിടെ നമ്മളൊരു ടണൽ ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഒരു ടണൽ എന്ന് പറയും. അതാണ് VPN. അതായത് ഈ ഡയറക്റ്റ് പാക്കറ്റ് വിടുന്നതിന് പകരം ഇവർ തമ്മിൽ ഒരു ടണൽ ക്രിയേറ്റ് ചെയ്യും. ആ ടണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ VPN. ഈ VPN ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ സോഴ്സ് ടൂൾസ് ഉണ്ട്. VPN tools, Linux. I think it is OpenVPN എന്ന് പറഞ്ഞിട്ട്. ഈ OpenVPN ക്ലയൻറ്റും സെർവറും ഉണ്ട്. അതായത് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്ത് വെക്കാം. ഇത് മിക്ക റൗട്ടേഴ്സിലും VPN ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു സെർവർ ക്ലയൻറ്റ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഇവർ തമ്മിലുണ്ടാവും. കാര്യം ഇത് ഇൻ്റർനെറ്റിൽ ഇരിക്കുന്നതല്ലേ, ഇവർക്കൊരു പബ്ലിക് ഐപി ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ ആദ്യം ഒരു കണക്ഷൻ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഈ റൗട്ടറിനോട് പറഞ്ഞു കൊടുക്കും 56.51 എന്ന് പറയുന്ന അല്ലെങ്കിൽ 51 മുതൽ 70 വരെയുള്ള പാക്കറ്റ് ഈ റൗട്ടറിൻ്റെ ഈ VPN ടണൽ വഴി പോകണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് റൗട്ടറിലെ കോൺഫിഗറേഷനാണ്. ആ ടണൽ വഴി ഇത് പുറത്തു വരും. ഈ പുറത്തു വരുന്ന സമയത്ത് ഈ ടണൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു പാക്കറ്റിനെ വേറൊരു പാക്കറ്റിനകത്താക്കി വിടുന്ന പരിപാടിയാണ്. നമ്മൾ നേരത്തെ നാറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, നാറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സോഴ്സ് IP അഡ്രസ്സ് മാറ്റി വിടുക. ടണലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ ഒരു പാക്കറ്റ്, പ്രൈവറ്റ് പാക്കറ്റിനെ ഒരു പബ്ലിക് പാക്കറ്റിനകത്ത് പൊതിഞ്ഞിട്ട് ഇൻ്റർനെറ്റിലേക്ക് വിടും. എന്നിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയതിനു ശേഷം ആ പൊതി നമ്മൾ അഴിച്ച് അകത്തുള്ള പാക്കറ്റിനെ എടുക്കും. എന്നിട്ട് റൗട്ടർ തന്നെ തിരിച്ചു പറഞ്ഞു വിടും. അങ്ങനെയാണ് VPN വർക്ക് ചെയ്യുന്നത്. ഞാൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞാണ്. VPN തന്നെ വേറെ പല ടൈപ്പിലുണ്ട്. അതായത് IP over IP അല്ലെങ്കിൽ VXLAN എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. VPN മാത്രമല്ല. IP over IP എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ TCP. അതുപോലെ VXLAN എന്ന് പറഞ്ഞാൽ UDP-യിലാണ് വർക്ക് ചെയ്യുന്നത്. VXLAN എന്ന് വിർച്വൽ എക്സ്റ്റൻസിബിൾ LAN. അതായത് നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജിയോ ലൊക്കേഷനിൽ നിന്ന് വേറെ ജിയോ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് പാക്കറ്റ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യുന്ന റൗട്ടറിൻ്റെ IP അഡ്രസ്സിൻ്റെ അകത്ത് ആ പ്രൈവറ്റ് പാക്കറ്റിനെ കയറ്റിയിട്ട് വിടാം. ഇപ്പോൾ എൻക്യാപ്സുലേഷൻ നമ്മൾ കണ്ടതാണ്. ഇപ്പം പേലോഡ് എന്തും ആവാം. അപ്പോൾ ആ പേലോഡ് എന്ന് പറഞ്ഞൊരു IP അഡ്രസ്സ് തന്നെ ആവാം, അല്ലെങ്കിൽ ഒരു IP പാക്കറ്റ് തന്നെ ഒരു പേലോഡ് ആക്കി വിടാം. ഡെസ്റ്റിനേഷനിൽ അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്ത പാക്കറ്റിനെ പുറത്തെടുത്തിട്ട് ഈ നെറ്റ്വർക്കിലേക്ക് തിരിച്ച് പറഞ്ഞു വിടും. ഇപ്പോൾ ഒന്ന് VPN, പിന്നൊന്ന് IP over IP, പിന്നത്തതാണ് VXLAN. അങ്ങനെ 3 ടൈപ്പിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. IP over IP, VXLAN. ഇങ്ങനെ ഇത്രയും ഈ 3 കൺസെപ്റ്റ് വഴി നമുക്ക് 2 ലോക്കൽ നെറ്റ്വർക്കിനെ തമ്മിൽ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യാം. ഇപ്പോൾ IP over IP വർക്ക് ചെയ്യുന്ന TCP-യിലാണ്. VXLAN എന്ന് പറയുന്നത് UDP-യിലാണ്. VXLAN വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെർവറും ക്ലയൻറ്റും ഒക്കെ വേണം. VPN പോലെ തന്നെ. VPN-നകത്തൊരു വിർച്വൽ ടണൽ എന്ന് പറയുമ്പോൾ VXLAN-നകത്ത് ഒരു പ്രോസസ്സ് ഉണ്ടാവും, UDP ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ചും കൂടിയൊക്കെ അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. നമ്മൾ അതിലേക്ക് തൽക്കാലം പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് VPN വർക്ക് ചെയ്യുന്നത്. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഡൗട്ട്സ് നമുക്കപ്പോൾ സോൾവ് ചെയ്ത് പോകാം എന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലിട്ടാൽ മതി, നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു ഹാൻഡ്സ് ഓൺ സെഷൻ വളരെ ഷോർട്ട് നോട്ടീസിൽ. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഞാൻ റെക്കോർഡിംഗ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓൾസോ ഫെർദർ ഡൗട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ബൈ. താങ്ക് യു. താങ്ക് യു.